ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ എന്താണ് പഞ്ചാരയേക്കാൾ മധുരം എന്ന് പറയാൻ പറ്റുന്ന ഒരു പഴത്തിന്റെ ചുവട്ടിലാണ് കേട്ടോ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് പഞ്ചാരപ്പഴമാണ് കേട്ടോ. ഇതിൽ നിറയെ കായ്കളാണ്, കുഞ്ഞു 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 മണികൾ പോലെ, മുത്തുമണികൾ പോലെ ഓരോ തണ്ടിലും നിറയെ ഇതിന്റെ ഇലയുടെ അടിയിലായിട്ട് ഇങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുവേ. ഇത് ചെറുതായിരിക്കുന്ന സമയത്ത് പച്ച കളറും, അതൊരു പഴുത്ത് വരുന്ന സമയത്ത് ഒരു ചുവപ്പ് കളറിലേക്കും, പിന്നെ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ നല്ല ഡാർക്ക് റെഡിലേക്കും വരും കേട്ടോ. പക്ഷേ ഇത് കഴിക്കണം, ഇത്രയും വലിപ്പമേ ഉള്ളൂ. ഇത് ചില സ്ഥലങ്ങളിൽ ചെറി എന്ന് പറയും, ജമൈക്ക ചെറി എന്ന് പറയും, അങ്ങനെ പറയുന്ന പഴമാണ്. പക്ഷേ ഇത് കഴിക്കണം, നല്ല മധുരമാണ്. പക്ഷെ എല്ലാവർക്കും ആ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെടിയല്ല, ഈ പഞ്ചാരപ്പഴം എന്ന് പറയുന്ന ചെടി നമ്മുടെ നാട്ടുകാരനല്ല. ഇത് മെക്സിക്കോ, കരീബിയൻ ദ്വീപുകൾ, മധ്യ അമേരിക്ക അവിടെയൊക്കെ ആയിരുന്നു ഇത് കൂടുതലായിട്ടും. ജന്മദേശം അവിടെയാണ്. സ്പാനിഷ് അധിനിവേശ കാലത്താണ് നമ്മുടെ ഇന്ത്യയിലേക്കും അതേപോലെ തന്നെ ഫിലിപ്പൈൻ രാജ്യങ്ങളിലേക്കും ഒക്കെ പല ഭാഗങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഇതിന് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്, ഒരു പരിചരണവും ആവശ്യമില്ല. പെട്ടെന്ന് വളർന്നു വരുന്ന, പെട്ടെന്ന് നമ്മൾ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് വളർന്നു കിട്ടുന്ന ഒരു വൃക്ഷമാണ്. നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത് പെട്ടെന്ന് വളരുമെങ്കിലും നമ്മുടെ വവ്വാല്, ചെറിയ 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 കിളികൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ വിത്ത് വിതരണം നടത്തുന്നത്. ഒരുപാട് നമ്മളിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള പഴം കഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു കാഷ്ടമൊക്കെ, പശുക്കളുടെ കാഷ്ടമൊക്കെ വീഴുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പെട്ടെന്ന് അടുത്തടുത്ത ചെടികൾ കിളുത്ത് വരും. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്നെടുത്ത് പറയാനുള്ളത്, ഇത് പെട്ടെന്ന് ഒട്ടും ബലമില്ലാത്തൊരു ചെടിയാണ്. പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ, ഇതിൻ്റെ കമ്പുകളും മരം മൊത്തത്തിലാണെങ്കിലും ഒടിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു വൃക്ഷമാണ്. അത് മാത്രമാണ് ഇതിൻ്റെ ചെറിയ നെഗറ്റീവ് എന്നെടുത്ത് പറയാനുള്ളത്. പക്ഷെ പഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഴമായാലും ഇലയായാലും ഒരുപാട് ആയുർവേദ ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഇതിൻ്റെ പഴത്തിനകത്ത് വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജലദോഷം, പനി, അതിൽ നിന്നൊക്കെ സംരക്ഷണം നേടാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഇലയും അതേപോലെ തന്നെ പഴവും ഒക്കെ നമുക്ക് ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇലയൊക്കെ നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പല മരുന്നുകൾ നമ്മുടെ നാട്ടുവൈദ്യത്തിലൊക്കെ മരുന്നിൻ്റെ കൂട്ടായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ പറയില്ല. പിന്നെ അതേപോലെ തന്നെ കടുത്ത തലവേദന ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ആർത്രൈറ്റിസ്, വാദം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ഇലയിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ വാദമൊക്കെ ഉള്ളവർക്ക് വേദനകൾ ഉണ്ടാവും, കാലിനും കൈക്കും ഒക്കെ വേദനകൾ ഉണ്ടാവും. ആ വേദന കുറയാനും, നല്ല കടുത്ത തലവേദനയാണെങ്കിൽ അത് കുറയാനും ഒക്കെ വളരെ നല്ലതാണെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ആരോടും റെക്കമെൻഡ് ചെയ്യില്ല. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വിറ്റാമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ പഴം എന്തായാലും കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല മധുരമാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത, ഇതിൻ്റെ പൂക്കളൊക്കെ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല വെള്ള കളറിൽ പൂക്കളും അതേപോലെ തന്നെ ഇത് കണ്ടോ, ബാക്കിൽ ഇങ്ങനെ കായ്കളും നല്ല പച്ചയും ചുവപ്പുമായിട്ടുള്ള കളറുകൾ ഇങ്ങനെ നിരനിരയായിട്ടാണ് ഇത് തണ്ടിൽ ഇങ്ങനെ താഴത്തേക്ക്. കാരണം ഇതിൻ്റെ തണ്ടുകൾ താഴേക്ക് തൂങ്ങിയാണ് നിൽക്കുന്നത്, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പക്ഷേ ഇതിലിങ്ങനെ കായ്കൾ ഉണ്ടാക്കി കിടക്കുന്നത് ഇങ്ങനെ താഴെ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ, ചുവപ്പും പച്ചയും അതിനിടയിൽ വെള്ള പൂക്കളും ഒക്കെ കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഫ്രഷ് ആയിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ള പഴവും നമുക്ക് നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു എനർജി ഡ്രിങ്കും കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇല നമ്മൾ ഉണക്കിയെടുത്തിട്ട് ചായ തിളപ്പിച്ച് കുടിച്ചാൽ നമ്മുടെ ക്ഷീണം മാറാനും നമുക്ക് ഉന്മേഷം, എനർജി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾ ഇട്ടിട്ട് നമുക്ക് ചായ തിളപ്പിച്ച് കുടിക്കാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഷുഗറുകാർക്കും കഴിക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് വരുമ്പോഴൊക്കെ എപ്പോഴും പറിച്ച് കഴിക്കാറുണ്ട്. എനിക്ക് തോന്നുന്ന പണ്ട് കാലത്ത് നമ്മുടെ നമ്മുടെ ഈ ഭാഗത്തോട്ടൊന്നും അധികം വ്യാപിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴായിരുന്നു. എറണാകുളം ഭാഗത്തൊക്കെ റോഡ് സൈഡുകളിലൊക്കെ നിറയെ ഇങ്ങനെ സൈഡുകളിലൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകുമ്പോഴാണ്, എറണാകുളത്ത് പോയ സമയത്താണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിങ്ങനെ തന്നിട്ട് പറഞ്ഞു ഇത് കഴിച്ച് നോക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കഴിക്കാൻ പേടി, കാരണം വഴിയിൽ നിൽക്കുന്ന കായല്ലേ നമ്മൾ മേടിച്ച് കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റിയാലോ എന്ന്. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു എന്നുള്ളത്. അന്ന് ഞാൻ കുറേ പറിച്ച് കഴിച്ചു. അവിടെ നിന്ന് കുറേ നിറയെ കായ്കൾ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു, കുറേ പറിച്ച് കഴിച്ചു. അതിനുശേഷം ഞാൻ കഴിക്കുന്നത് നമ്മുടെ മാംഗോ മെഡോസി വന്നതിന് ശേഷമാണ് കേട്ടോ. ഇവിടെ വന്നതിൽ കായ ഉണ്ടാകാൻ തുടങ്ങി കഴിഞ്ഞാൽ നിറയെ ഞങ്ങളിത് മിക്കവരും തന്നെ വരുന്ന ഗസ്റ്റുകളാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും നിറയെ പഴുത്ത് നിൽക്കുമ്പോൾ ഇതൊക്കെ പറിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനർജി ബേസിലും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ ഗുണങ്ങൾ കൂട്ടാനും ഒക്കെ മികച്ച ഒരു, കാരണം നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചെടിയാണ് നമ്മുടെ പഞ്ചാരപ്പഴം എന്ന് പറഞ്ഞാൽ. ആരും പരിപാലിക്കേണ്ട കാര്യം, തനിയെ വളർന്നു വന്നോളും. സിമ്പിളായിട്ട് വളർത്തിയെടുക്കാനും പറ്റും. പെട്ടെന്ന് വളർന്ന് ഇതേപോലെ നിറയെ പഴങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.